ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ തുടരുന്നതിൽ എതിർപ്പില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. കോൺഗ്രസിന്റെ ഐഡിയോളജിയുമായി യോജിക്കുന്നവരോട് സഹകരിക്കുന്നതിൽ തെറ്റില്ല. തീരുമാനം UDF-ന്റേതാണെന്ന് പറഞ്ഞൊഴിയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ധാരണ കോഴിക്കോട് DCC തള്ളിക്കളയുന്നുമില്ല. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അത് തീരുമാനിക്കേണ്ട UDF സംസ്ഥാന നേതൃത്വമാണ്. ഏതായാലും വെൽഫെയർ പാർട്ടി കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലൊക്കെ UDF-ന് സഹായിച്ച പാർട്ടിയാണ്, തർക്കമില്ല. പക്ഷേ അവരുമായി ബന്ധമുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും ആധികാരികമായി പറയാനാണല്ല, അത് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കും. അല്ല, ജില്ലാ നേതൃത്വത്തിനൊക്കെ ഇങ്ങനെയൊക്കെ വൃത്തികേട് ചെയ്യുന്ന ആളുകളാണ് മതേതരത്തിൽ വിശ്വസിക്കുന്ന ആരെയും കൂട്ടുപിടിച്ചിറക്കുന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾക്കുള്ളത്. ഈ ജനാധിപത്യം പോലും മറ്റൊക്കെ പോട്ടെ, ജനാധിപത്യം പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം, അത് കേന്ദ്രത്തിലാവട്ടെ കേരളത്തിലാവട്ടെ പഞ്ചായത്തിലാണ്, അവരെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയുമായി വിശിഷ്യ മതേതരത്വവുമായി ഉൾക്കൊണ്ടുപോകുന്ന ഏത് കക്ഷിയുമായും സഹകരിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. VS രഞ്ജിത്ത് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് VS രഞ്ജിത്ത്. ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഏത് ഐഡിയോളജി ആര് മാറ്റും എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രവീൺകുമാർ വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തത എന്താണ് രഞ്ജിത്ത്? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബാന്ധവം UDF തുടരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്നിപ്പോൾ പ്രവീൺകുമാറിൻ്റെ പ്രസ്താവനയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കോഴിക്കോട് ജില്ലയിലെ DCCയുടെ അധ്യക്ഷൻ്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയുമായി യോജിച്ചു പോകുന്ന ആരുമായും ഇത്തരത്തിൽ സഖ്യത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് UDF ആണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ ആ ധാരണയുണ്ടാവും. അതിനപ്പുറം തെക്കൻ ജില്ലകളിലേക്ക് അത് വ്യാപിപ്പിക്കാനും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു സ്വതന്ത്രം മത്സരിപ്പിക്കാനും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന് മലബാർ ജില്ലയിലെ കോൺഗ്രസ് സന്നദ്ധമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ DCC പ്രസിഡന്റ് പ്രതികരണം. ഒരുപക്ഷെ ലീഗും ഇതിന് സന്നദ്ധത അറിയിക്കും, പക്ഷേ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമായിരിക്കും ഇതിൻ്റെ ഒരു തിരിച്ചടി കോൺഗ്രസും UDF-ഉം ഒക്കെ ഭയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്.